ഹലോ! അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വിചാരിച്ചാൽ ആമയുടെ ബർത്ത്ഡേ വീഡിയോ ആണ് കേട്ടോ. ഓഗസ്റ്റ് 6-നായിരുന്നു പുള്ളിക്കാരിയുടെ ബർത്ത്ഡേ. അപ്പോൾ വീഡിയോസൊക്കെ എടുത്ത് പിന്നെ ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ ഇങ്ങനെ വെച്ചിരുന്നു പോയി. അപ്പോൾ രാവിലെ തന്നെ അമ്പലത്തിലേക്ക് അവൾ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോയതിന് ശേഷമാണ് സ്കൂളിൽ പോയത്. ഇവള് പ്രഗ്നൻ്റ് ആയ സമയത്ത് ഞാനും ഏട്ടനും ഒരുമിച്ച് പറയായിരുന്നു കേട്ടോ, ഒരു പെൺകുട്ടീനെ ഫസ്റ്റ് വേണമെന്ന്. അപ്പം നമുക്ക് ദൈവം നമ്മൾ പ്രാർത്ഥിച്ച്, അതായത് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഒരു പെൺകുഞ്ഞിനെ തരണേ ദൈവമേ എന്നാണ് പ്രാർത്ഥിച്ചത്. അപ്പം നമുക്ക് ദൈവം തന്ന ഒരു ഗിഫ്റ്റാണ് ആമി. അപ്പം ഞങ്ങൾ നേരെ ഇങ്ങോട്ടല്ലേ ഫസ്റ്റ് വരേണ്ടത്. അപ്പം നന്നായിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നെ ആമി പറഞ്ഞൊരു കാര്യമുണ്ട് കേട്ടോ, എനിക്ക് മസാല ദോശ വേണമെന്ന്. അപ്പം ഇന്ന് അവളുടെ ഡേ ആയതുകൊണ്ട് തന്നെ ഫുൾ അവളെ ഇഷ്ടത്തിനങ്ങ് വിട്ടുകൊടുത്തു. അപ്പം എന്താ പറയുക, മസാല ദോശയൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ഈ ഓടിപ്പോയിരിക്കുന്ന ചാട്ടമൊക്കെ കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട ഒരു മസാല ദോശ മുഴുവനായിട്ട് അങ്ങ് കഴിക്കുമെന്ന്. ഫുള്ള് ബാക്കി എൻ്റെ തലയിലായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ രാവിലെ ഇപ്പോൾ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് മസാല ദോശ ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടായിട്ടില്ല. ഏട്ടനാണെങ്കിൽ പൂരി ഓർഡർ ചെയ്തിട്ട് പൂരിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ പൂരി കഴിച്ചു, പിന്നെ മസാല ദോശ എൻ്റെ തലയിലായി. ലാസ്റ്റ് എന്ത് ചെയ്യാനാണ്, നമുക്ക് തീരെ തിന്നാൻ പറ്റാത്ത അവസ്ഥ വരുന്ന സമയത്ത് വേസ്റ്റായി പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്താ പറയുക, നമുക്ക് പറ്റുന്നതല്ലേ കഴിക്കാൻ പറ്റും. ഭക്ഷണം വേസ്റ്റ് ആക്കുന്നതിനോട് ഇഷ്ടം ഉണ്ടായിട്ടില്ല, പക്ഷെ അവസ്ഥ കാരണം എനിക്ക് അവിടെ വെക്കേണ്ടി വന്നു കേട്ടോ. എനിക്ക് ചായയാണ് ഭയങ്കരമായിട്ട് ഇഷ്ടമായത്. പിന്നെ വീട്ടിലെത്തിയപ്പോൾ പണിയോട് പണിയായിരുന്നു കേട്ടോ. ആമിന് സ്കൂളിൽ കൊണ്ടാക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് സാധനങ്ങൾ, ചിക്കൻ അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ ആ ദിവസം രാവിലെ പോയിട്ടാണ് കേട്ടോ വാങ്ങിച്ചത്. ആമിന് സ്കൂൾ വിട്ടതിന് ശേഷം പിന്നെ നമ്മൾ അതൊന്നും തലേദിവസമേ വാങ്ങിച്ച് ഫ്രിഡ്ജിലോട്ട് കയറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എല്ലാം ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ. ചിക്കൻ ഐറ്റം ഞാനാണ് ഉണ്ടാക്കിയത്, പാസ് ചെയ്ത ഏട്ടൻ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഏട്ടനെല്ലാം എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ കുക്ക് ചെയ്തുകൊണ്ടാണ് ഫുഡ് ഇങ്ങനെ കഴിക്കുകയാണ് ചെയ്തത് കേട്ടോ. ഒരു കുറേ സംസാരിച്ച് കുക്ക് ചെയ്യലൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. പുള്ളിക്കാരനേക്കാളും കൂടുതൽ സംസാരിക്കുന്നത് ഞാനാണ് കേട്ടോ. ഇപ്പം എൻ്റെ കൂട്ടത്തിൽ കൂടി പുള്ളിക്കാരനും അങ്ങനെ ആയി മാറി. പിന്നെ ഇതാ ഓരോ ഗസ്റ്റൊക്കെ വരാൻ തുടങ്ങി. നമ്മളെ മനുവാട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വന്നത് മനുവാട്ടനാണ്. പിന്നെ മനുവാട്ടനാണ് കേട്ടോ ഡെക്കറേഷൻ കാര്യങ്ങൾ, ബലൂണൊക്കെ ഹെൽപ്പ് ചെയ്തത്. പിന്നെ നമ്മൾ അടുത്ത ഫ്ലാറ്റിൽ തന്നെയുള്ള 2-3 ഫാമിലിനെയാണ് വിളിച്ചത്. ബാക്കിയുള്ള ആൾക്കാർക്ക് ഫുൾ എല്ലാവരെയും വിളിക്കാനുള്ള പറ്റില്ല, അത്രയും സ്പേസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ആൾക്കാർക്ക് പായസം കേക്കൊക്കെ നമ്മൾ കൊണ്ട് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ അത്രയും ക്ലോസ്ഡ് ആയിട്ടുള്ള 3 ഫാമിലീനെ നമ്മൾ വീട്ടിലോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഏട്ടൻ്റെ ഓഫീസിലെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നേ. പിന്നെ ഇവർ എൻ്റെ നെയ്ബേഴ്സാണ് കേട്ടോ. നെയ്ബേഴ്സ് എന്ന് പറയാമെങ്കിൽ അത്രയും ക്ലോസ്ഡ് ആണ്, ഫാമിലി എന്ന് തന്നെ പറയണം. ഹണിയും ഹണീൻ്റെ അമ്മയും എല്ലാവരും കൂടിയാണ് എന്നെ ഫുള്ള് സപ്പോർട്ട് ചെയ്തത്. ഹണിയാണ് ഈ ഡെക്കറേഷന്, എന്താ പറയുക, ഫുള്ള് ഡെക്കറേഷൻ്റെ ബലൂണൊക്കെ ഫിറ്റ് ചെയ്തതൊക്കെ ആമയുടെ ഹണിച്ചേച്ചിയാണ്. പിന്നെ എന്താ പറയുക, നമുക്കിപ്പോൾ പാരൻസ് ആയിട്ട് വീട്ടിൽ നിന്നൊന്നും ആർക്കും വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ അനിയത്തിയുടെ ഡെലിവറി കഴിഞ്ഞുകൊണ്ട് എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും പിന്നെ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഏട്ടൻ്റെ അമ്മയാണെങ്കിലും ഒക്കെ ബിസി ആയതുകൊണ്ട് തന്നെ ആർക്കും വരാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല ഇപ്രാവശ്യത്തെ ബർത്ത്ഡേക്ക്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഹണീൻ്റെ അമ്മയാണ് കേട്ടോ ആൾക്കാർ വരുന്ന സമയത്തൊക്കെ ഞാൻ എന്തെങ്കിലും തിരക്കൊക്കെ വരുന്ന സമയത്ത് അവരാണ് വെൽക്കം ചെയ്യുന്നതൊക്കെ. കാരണം എനിക്ക് ഇത്രയും ആൾക്കാരെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോയെന്ന് വെച്ചാൽ പറ്റുന്നുണ്ട്, പക്ഷെ ഒരു ടെൻഷനും എന്ന് വെച്ചാൽ ഫുഡിൻ്റെ ഭാഗം നോക്കണം, എന്താ പറയുക വെൽക്കം ഡ്രിങ്ക്സ്, അങ്ങനെ ഓരോന്ന് നമ്മൾ നോക്കണമല്ലോ, കണ്ടറിഞ്ഞ് ചെയ്യണം. ഇപ്പം നമ്മളെ വീട്ടിലാണെങ്കിൽ അമ്മയോ ആരെങ്കിലൊക്കെ ഉണ്ടാവുമല്ലോ, ചേച്ചിയോ ആരെങ്കിലും ഉണ്ടാവുമല്ലോ. ഇതിപ്പോൾ ഞാൻ ഒറ്റക്കായി എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഏട്ടനും സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, മനുവാട്ടനുണ്ടായിരുന്നു, പിന്നെ ഹണീൻ്റെ അച്ഛൻ, അമ്മ, എല്ലാവരും ഈ ബർത്ത്ഡേ കഴിഞ്ഞ് രാത്രി വരെയും കൂടെ തന്നെ ഉണ്ടായ ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആമി ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കാരണം അവൾക്ക് എല്ലാവരും ഉണ്ടായിട്ട് ഇങ്ങനെ കേക്ക് കെട്ടിയാണ് ഭയങ്കര ഇഷ്ടം. ചില സമയങ്ങളിൽ നമുക്കത് ചെയ്യാൻ പറ്റാറില്ല, നാട്ടിൽ പോകാൻ പറ്റാത്ത സിറ്റുവേഷനൊക്കെ ആകുന്ന സമയത്ത് ഞാനും ഏട്ടനും ആമിയൊക്കെയാണ് ഉണ്ടാവാറ്. അപ്പോൾ എല്ലാവരെയും കണ്ടപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് ബാക്കിൽ വിങ്സ് വേണം, പിന്നെ ഇന്ന ഡ്രസ്സ് വേണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവളെ ഇഷ്ടത്തിന് കിട്ടിയത് കൊണ്ട് തന്നെ അവൾ ഫുൾ ഹാപ്പിയാണ്. പിന്നെ ഈ കേക്ക് വാങ്ങിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു കാര്യമുണ്ട് കേട്ടോ. ചോക്ലേറ്റ് കേക്ക് വാങ്ങിച്ചത് എന്താണെന്ന് വെച്ചാൽ അവൾ ചോക്ലേറ്റ് മാത്രമാണ് കഴിക്കുക അതിൻ്റെ അകത്ത്, അവൾ കേക്ക് എന്ന് പറഞ്ഞ സാധനം കഴിക്കുകയില്ല. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന സമയത്ത് മനസ്സിലാവും കണ്ടോ. കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് അവൾ വായിൽ വെക്കുന്നേ ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ ചോക്ലേറ്റ് എടുത്ത് കൊടുക്കാൻ പറഞ്ഞപ്പോഴാണ് പുള്ളിക്കാരി കഴിക്കുന്നുണ്ടായത്. നിങ്ങൾ കണ്ടോളൂ കേട്ടോ. അപ്പം അങ്ങനെയാണ് അവസ്ഥ. അതുകൊണ്ട് ചോക്ലേറ്റ് എടുത്തിട്ട് കൊടുത്തപ്പോഴാണ് പുള്ളിക്കാരി കഴിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഈ ചോക്ലേറ്റ് കേക്ക് ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞത്. ഈ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാണ് കേട്ടോ. ഏകദേശം നമ്മൾ ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അവരെ മുന്നിൽ നിന്ന് പെട്ടെന്ന് തട്ടിക്കൂട്ടിയ പരിപാടിയാണ്. ഞാൻ ഈ ഡെക്കറേഷൻ ഒന്നും പറഞ്ഞില്ല, കാരണം എനിക്ക് ഈ ചുമരിലോട്ട് എന്താ പറയുക ബലൂണൊക്കെ വെക്കുന്നത് ഇഷ്ടേ അല്ല കേട്ടോ. കാരണം അത് പൊളിച്ചെടുക്കുന്ന സമയത്ത് ഫുള്ള് ആ സ്ക്രാച്ച് ആവും. അപ്പോൾ അതെനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ വേണ്ടാന്ന് പറഞ്ഞത്. അപ്പം ബലൂൺ ഒട്ടിക്കുന്നതിന് ഒരു സ്റ്റിക്കർ ഉണ്ട്, പക്ഷെ അത് ശരിക്കും ഒട്ടാത്തത് കൊണ്ട് തന്നെ ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ടൊക്കെയാണ് ഒട്ടിച്ചത്. ഇതൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ ലാസ്റ്റ് അതൊക്കെ കഴിഞ്ഞ് ക്ലീനിങ് ടൈം ആണ് ഞാനിത് വലിച്ചെടുത്തത്. പിന്നെയാണ് ഏട്ടൻ പറഞ്ഞത് അതിന് വേറൊരു ഐഡിയ ഉണ്ടെന്ന്. അതിലിടയ്ക്ക് എനിക്കിതൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് വലിച്ചെടുക്കാൻ തോന്നി. ഞാനൊക്കെ പൊട്ടിച്ച് ക്ലീൻ ചെയ്തേ.
അപ്പോൾ എൻ്റെ ചുമരൊക്കെ കുറച്ച് പണിയായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ബാംഗ്ലൂരിൽ തന്നെയാണ് ആമയുടെ ബർത്ത്ഡേ ഉണ്ടായത്. അപ്പോൾ സ്നേഹ ഉള്ളത് കൊണ്ട് തന്നെ ഡെക്കറേഷനൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. അവൾ എല്ലാ ഇവൻറ്റ് ഇങ്ങനത്തെ പ്രോഗ്രാമൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല ബർത്ത്ഡേ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ അവൾ നന്നായിട്ട് ചെയ്യും. അതുകൊണ്ട് അതിൻ്റെ ടെൻഷനും കാര്യങ്ങളൊന്നും എനിക്കുണ്ടായിട്ടില്ല. കാരണം റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സൂപ്പറായിട്ട് അവൾ ഡെക്കറേഷൻ ചെയ്തിരുന്നേ. പിന്നെ ഇന്നാണെങ്കിൽ ഹണിയാണ് ഈ ബർത്ത്ഡേക്ക് ഫുൾ ടൈം ഉണ്ടായത് കേട്ടോ. ഞാൻ ഈ ഭാഗത്ത് നോക്കിയിട്ടില്ലെന്ന് പറഞ്ഞല്ലോ. അവൾ തന്നെയാണ് ഇതൊക്കെ കാരണം വേറെ ഒന്നും നമ്മൾ പ്രത്യേകിച്ചൊന്നും വാങ്ങിയില്ല. ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് തന്നെ ഇത് ഡെക്കറേഷനും കാര്യങ്ങളൊന്നും പ്ലാൻ ചെയ്തതല്ല. അപ്പോൾ ഹണിയാണ് ഇതൊക്കെ ഒന്ന് ചെയ്തത്. താങ്ക് യു ഹണി. അപ്പം ഒരിക്കലും ഇതൊന്നും മറക്കാൻ പറ്റില്ല. പിന്നെ അവളും ഇനിയിപ്പോൾ അവരെ ഫാമിലി ആണെങ്കിലും നമ്മളോട് ഈ 28th വരെ, ഈ മന്ത് 28th വരെ ഉള്ളൂ. അത് നമുക്ക് വലിയൊരു സങ്കടമായ കാര്യമാണ് കേട്ടോ. നമ്മളെ ഫുൾ ടൈം നമ്മളോട് തന്നെ നിൽക്കുന്ന ഒരു ഫാമിലി പോകാന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിട്ട് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. നിങ്ങൾ ഏട്ടൻ്റെ ഫ്രണ്ട്സിനെയും ബോസിനെയൊക്കെയാണ് കേട്ടോ ഇപ്പോൾ വീഡിയോ കണ്ടത്. അതിന് ശേഷമാണ് ഇത് ഹണി ഫാമിലി വരുന്നുണ്ട്. ഇതാണ് ഹണീൻ്റെ അമ്മയും അച്ഛനും. നമ്മളെ നെയ്ബേഴ്സാണ്. അത്രയും ക്ലോസ്ഡാണ്. നമ്മളെ എന്താ പറയുക, അത്രയും ക്ലോസ്ഡാണ്. അപ്പം ചേച്ചി വന്നിട്ട് തെലുങ്കുമാണ്, ഏട്ടൻ തമിഴുമാണ് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. പക്ഷേ നമ്മൾ ക്ലോസ്ഡ് ആവേണ്ടിയിട്ട് നമുക്ക് ഭാഷയൊന്നും പ്രശ്നമല്ലല്ലേ. അതിൻ്റെ ഒരു വലിയൊരു ഉദാഹരണമാണ് കേട്ടോ ഇവർ. അപ്പം എന്താ പറയുക, കേക്കൊക്കെ കട്ട് ചെയ്തതിന് ശേഷം എല്ലാവർക്കും അതൊക്കെ കൊടുത്തു. പിന്നെ നമ്മൾ ഫുഡിൻ്റെ പരിപാടിയാണ് കേട്ടോ. നേരെ ഫുഡിൻ്റെ പരിപാടിയാണ്. ഞാനാണെങ്കിൽ ഫുള്ള് ടെൻഷൻ. ഞാൻ മാത്രമല്ല, ഏട്ടന് വലിയ ടെൻഷൻ എന്നല്ല, ഒരു തിരക്ക് പിടിച്ചൊരു സമയമല്ലേ. അപ്പോൾ ഇവർ റിലാക്സ് ചെയ്യ് കൂൾ 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 എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ചിക്കൻ ബിരിയാണിയും വെജ് ഫ്രൈഡ് റൈസും പിന്നെ ഗോബി മഞ്ചൂരിയനൊക്കെ, അതായത് വെജിറ്റേറിയൻകാരും ഉണ്ടായിരുന്നു, നോൺ വെജുകാരും ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്യാണ് കേട്ടോ ചെയ്തത്. പിന്നെ അതിലിടയ്ക്ക് ആമി ഫുഡ് കഴിക്കാനിരിക്കുന്ന സമയത്ത് ഏട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ ഗിഫ്റ്റ് ആയിട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ അമലും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയപ്പോൾ അവനും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ പായസവും ചിക്കൻ്റെ ഒരു സൈഡ് ഡിഷും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത്രയും പേർക്കുള്ള ക്വാണ്ടിറ്റിയിൽ ഫുഡ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അതിനുള്ള പാത്രങ്ങളും കാര്യങ്ങളും നമുക്ക് അവൈലബിൾ അല്ലല്ലോ. ഇവിടെയല്ലേ ഉള്ളത്. ബാംഗ്ലൂർ ആയതുകൊണ്ട് തന്നെ നമുക്കതൊന്നും ഇല്ലല്ലോ. നാട്ടിലാണെങ്കിൽ നമുക്കതൊക്കെ ഒപ്പിക്കാം. പിന്നെ ഇവിടെ നിന്ന് എങ്ങനെ അതിനുള്ള സൗകര്യവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ ആമിക്കാണെങ്കിൽ എല്ലാവരും പോയപ്പോൾ ഫുള്ള് ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാനുള്ള തിരക്കായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് അവരോടെല്ലാം പറഞ്ഞിട്ട് എല്ലാവരെ കൊണ്ടും ഇതാ ഗിഫ്റ്റ് ഇങ്ങനെ അൺബോക്സ് ചെയ്യിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ സ്നേഹിക്കുന്നവർ കുറേ പേരുണ്ട്. കാരണം ഞങ്ങൾ തന്നെ ഇപ്പോൾ അവർക്ക് ഡ്രസ്സാണെങ്കിലും ഗിഫ്റ്റ് ആണെങ്കിലും അധികമൊന്നും വാങ്ങിച്ചു കൊടുക്കാറില്ല. കാരണം ഞങ്ങൾ വാങ്ങിക്കാൻ വിചാരിക്കും മുന്നേ അവളെ വലിയച്ഛനോ അല്ലെങ്കിൽ എൻ്റെ ആപ്പനോ അങ്ങനെ അച്ഛൻ അമ്മ അങ്ങനെ ആരെങ്കിലും റിലേറ്റീവ്സ് ഫ്രണ്ട്സ് അങ്ങനെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കൊണ്ടു കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ സൈക്കിൾ അവൾക്ക് ഗിഫ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പുള്ളിക്കാരി കുറേ ആയി ബൈക്ക് വേണമെന്ന് പറയുന്നത്. അപ്പോൾ ബൈക്ക് യൂസ്ഫുൾ അല്ല, അതാന്ന് സൈക്കിളാകുന്ന സമയത്ത് പുറത്തുനിന്ന് ഓടിച്ച് പഠിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾക്ക് പ്രോബ്ലം ഒന്നും ഉണ്ടായിട്ടില്ല. അല്ലാതെ എന്താ പറയുക, നമുക്ക് യൂസ്ഫുൾ അല്ലാത്ത സാധനം വാങ്ങിയിട്ട് വെറുതെ പൈസ അവിടെ കൊണ്ടുപോയി കളയുന്നതിനോട് നമുക്ക് ആർക്കും താല്പര്യമില്ല കേട്ടോ. എനിക്ക് ഏട്ടനും താല്പര്യമില്ല. ബർത്ത്ഡേ കഴിഞ്ഞതിൻ്റെ പിറ്റേ ഡേ പർച്ചേസ് ചെയ്യാമെന്നാണ് വിചാരിച്ചത് സൈക്കിള്. സത്യം പറഞ്ഞാൽ ഷോക്ക്ഡ് ആയിപ്പോയി കേട്ടോ. ഞാൻ പറഞ്ഞില്ല, നമ്മൾ വാങ്ങിക്കും മുന്നേ ആരെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ സംഭവിച്ചു. അപ്പോൾ ആമീനെ ഒരുപാട് പേര് ഇതുപോലെ സ്നേഹിക്കുന്നത് തന്നെ വലിയൊരു അനുഗ്രഹമാണ് കേട്ടോ. എല്ലാവരും പോയതിന് ശേഷമുള്ള കിച്ചണിൻ്റെ കോലാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ ചേച്ചിയൊക്കെ കുറച്ച് പാത്രങ്ങളൊക്കെ ഒഴിച്ചു വെക്കാനൊക്കെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ക്ലീനിങ് ഞാനും ഏട്ടനും തന്നെയാണ് ചെയ്തത് കേട്ടോ. അവരോടൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഒന്ന് കൂളാവാൻ വേണ്ടിയിട്ട് ഷെൽ പെട്രോൾ പമ്പ് പോയിട്ട് ഒരു ജ്യൂസൊക്കെ വാങ്ങിച്ചു കുടിച്ചു. ഏകദേശം ഒരു രാത്രി 2 മണിക്കൊക്കെയാണ് കേട്ടോ നമ്മൾ പോയത്. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ ദൈവത്തിനോട് നന്ദി പറയാണ്, നമുക്ക് പൊന്നു മോളെ തന്നതിന്. പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും മെസ്സേജ് അയച്ചായിരിക്കും, കോൾ ചെയ്തായിരിക്കും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്.